നമസ്കാരം. രണ്ടാമതും അമേരിക്കൻ മണ്ണിൽ അധികാരത്തിലെത്തിയ ട്രംപിന്റെ പൗരത്വം സംബന്ധിച്ച തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടിയാകുമോ? US മണ്ണിൽ ജനിച്ച ആർക്കും സ്വമേവ പൗരത്വം നൽകുന്ന നിയമമായിരുന്നു ഇതുവരെ നിലനിന്നിരുന്നത്. എന്നാൽ ഈ നിയമങ്ങൾ ഉടച്ചു വാർക്കപ്പെടുന്നതോടെ ഇന്ത്യക്കാരെ കാര്യമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. മാതാപിതാക്കൾ അമേരിക്കൻ പൗരന്മാരോ സ്ഥിര താമസക്കാരോ അല്ലാത്ത കുട്ടികളുടെ ജന്മാവകാശ പൗരത്വം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യൻ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയതായാണ് വിവരം. ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഉത്തരവ് പ്രകാരം വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, തൊഴിൽ വിസ ഉടമകൾ എന്നിവരുൾപ്പെടെ വിദേശ പാസ്പോർട്ട് ഉടമകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ഇനി അമേരിക്കൻ പൗരത്വം ലഭിക്കില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് അമേരിക്ക മാത്രമാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന ദശലക്ഷക്കണക്കിലധികം ഇന്ത്യക്കാരെ ഇത് സാരമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആശ്രിതർ ഉൾപ്പെടെ 1.2 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ 1, 2, 3 തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് വിഭാഗങ്ങൾ പെടുന്നവരാണെന്നും അമേരിക്കൻ പൗരത്വം ഇമിഗ്രേഷൻ സേവന ഡാറ്റ ഉദ്ധരിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഫോബ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്യൂ റിസർച്ച് സ്ഥാപനം വിശകലനം ചെയ്ത അമേരിക്കൻ സെൻസസ് ഡാറ്റ കണക്കാക്കുന്നത് 2022 കണക്കനുസരിച്ച് അമേരിക്കയിൽ ഏകദേശം 4.8 ദശലക്ഷം ഇന്ത്യൻ അമേരിക്കക്കാർ താമസിക്കുന്നുണ്ടെന്നാണ്. അവരിൽ 34% ജനനം കൊണ്ട് അമേരിക്കൻ പൗരത്വം നേടിയിട്ടുള്ളവരാണ്. ഇന്ത്യൻ അമേരിക്കക്കാരിൽ പകുതിയോളം പേരും 4 സംസ്ഥാനങ്ങളിലായാണ് താമസിക്കുന്നത്. കാലിഫോർണിയ, ടെക്സസ്, ന്യൂജേഴ്സി, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലാണ്. അതേസമയം ട്രംപിന്റെ ജന്മാവകാശ ഉത്തരവ് അമേരിക്കയിൽ വ്യാപകമായ പ്രതികരണത്തിന് കാരണമായിരിക്കുകയാണ്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരും പൗരാവകാശ ഗ്രൂപ്പുകളും ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ജന്മാവകാശ ഉത്തരവുമായി ബന്ധപ്പെട്ട വിഷയം അമേരിക്കൻ സുപ്രീം കോടതിയിൽ എത്താൻ സാധ്യതയുണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വെല്ലുവിളിയാകുമെന്നും ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള ഇമിഗ്രേഷൻ അറ്റോർണി സൈറസ് ഡി മേത്ത പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജന്മാവകാശമായി ബന്ധപ്പെട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ന്യൂ ഹാംഷെയറിൽ ഇമിഗ്രേഷൻ അഭിഭാഷകൻ ഒരു കേസ് ഫയൽ ചെയ്തു. കൂടാതെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 22 സംസ്ഥാനങ്ങളും ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയും സാൻ ഫ്രാൻസിസ്കോ നഗരവും ബോൺസ്റ്റണിലും സിയാറ്റിലും ട്രംപിന്റെ ഈ നടപടിക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.